തൃശ്ശൂരിലെ 3 ATM കൗണ്ടറുകൾ പൂർണ്ണമായും കൊള്ളയടിക്കപ്പെടുന്നു. അതിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് തുകയുമായി മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ഊർജിതമായ തിരച്ചിലിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ വെച്ചുകൊണ്ട് ഒരു സംഘട്ടനത്തിനും വെടിവെപ്പിനുമൊക്കെ ഒടുവിൽ പ്രതികളായിട്ടുള്ള ആളുകളെ പിടികൂടാൻ പോലീസുകാർക്ക് സാധിക്കുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട മുഴുവൻ തുകയും വീണ്ടെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ സിനിമയെ വെല്ലുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സെപ്റ്റംബർ 27-ാം തീയതി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ അരങ്ങേറി കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് വളരെ കൃത്യതയോടുകൂടി സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ചുകൊണ്ട് 3 ATM കൗണ്ടറുകൾ ഇവർക്ക് കവരാൻ സാധിച്ചത്? എങ്ങനെയാണ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസുകാർക്ക് പ്രതികളെ പിടികൂടാനും മോഷ്ടിക്കപ്പെട്ട മുഴുവൻ തുകയും വീണ്ടെടുക്കാനും സാധിച്ചത്? വിശദമായി കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഈ ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്നേ ദിവസം രാവിലെ എണീറ്റ് വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഓൺ ചെയ്ത് നോക്കിയ നമ്മളേവരും ഞെട്ടലോടുകൂടെ തന്നെ അവിടെ കണ്ടൊരു വാർത്തയായിരുന്നു തൃശ്ശൂരിലെ 1 അല്ല 2 അല്ല 3 ATMകൾ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ അതിൽ നിന്നും മോഷ്ടാക്കൾ കവർന്നെടുത്തിരിക്കുന്നു. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ. എന്തൊക്കെ തന്നെയായാലും മണിക്കൂറുകൾക്കിപ്പുറം ആശ്വാസകരമായ നിലയിൽ ഈ പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വലിയൊരു സംഘടനത്തിലൂടെ തന്നെ പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്. ആ തുകയൊക്കെ തന്നെ വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വാർത്തകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇവരൊരു മോഷണം നടത്തിയിട്ടുള്ളത്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പോലീസുകാർക്ക് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്, എങ്ങനെയാണ് പോലീസുകാർ പ്രതികളെ പിടികൂടിയത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പുലർച്ചെ ഏറെക്കുറെ 2 മണിയോട് കൂടിയിട്ട് തൃശ്ശൂരിൻ്റെ റൂറൽ ഏരിയ ആയിട്ടുള്ള മാപ്രാണത്തെ ATM കൗണ്ടറിന് മുൻഭാഗത്തേക്ക് ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ ഒരു കവർച്ചാ സംഘം എത്തിച്ചേരുന്നുണ്ട്. കൃത്യമായ നിലയിൽ തന്നെ ബാങ്കിൻ്റേതല്ലാത്ത മറ്റ് CCTV ക്യാമറകളൊന്നും ഈ ഒരു പ്രദേശങ്ങളിൽ ഇല്ല എന്ന കാര്യത്തെക്കുറിച്ച് ഇവർ ആദ്യം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യമായ ഒരു പഠനം തന്നെ ഈ ഒരു കാര്യത്തിൽ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ATM കൗണ്ടറിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് പണം നിറച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാപ്രാണത്തെ ഈ ഒരു ATM കൗണ്ടറിൻ്റെ കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തിരക്കില്ലാത്ത, കൂടുതൽ ആളുകൾ പണം എടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ലാത്ത, പണം എപ്പോഴും കുറച്ചൊക്കെ തന്നെയും ഇതിൽ സ്റ്റോറായിട്ട് ഇരിക്കാൻ സാധ്യതയുള്ളൊരു ATM കൗണ്ടർ കൂടെയായിരുന്നു ഇത്. ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന കവർച്ചാ സംഘം ആദ്യം തന്നെ ഇവരുടെ വെളുത്ത ക്രെറ്റ കാർ നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ATM കൗണ്ടറിന് മുൻഭാഗത്തേക്ക് ഇട്ടുകൊണ്ട് കാഴ്ച മറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനുശേഷം ATM കൗണ്ടറിൻ്റെ ഷട്ടർ ഇവർ പകുതി താഴ്ത്തുകയും അതിനകത്തേക്ക് കയറിയിട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ ATMൻ്റെ ചില ഭാഗങ്ങൾ തകർത്തുകൊണ്ട് അതിനകത്ത് നിന്നും പണം കൈക്കലാക്കുകയാണ്. ഈ ഒരൊറ്റ ATMൽ നിന്ന് തന്നെ 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിൽ തുക ഇവർ കവർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഏതാണ്ട് ലഭ്യമാകുന്നത്. ഇത്തരത്തിൽ ഏറെക്കുറെ 10 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് ഒരു ATM കവർച്ച ഇവർ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ഒന്നും നേരെ ഈ ഒരു തൃശ്ശൂരിൻ്റെ സിറ്റി ഏരിയകളിലേക്ക് ഇവർ നീങ്ങുകയാണ്. പിന്നീട് നേരെ ഇവർ പോയിട്ടുണ്ടായിരുന്നത് നായ്ക്കനാലിലേക്കാണ്. അവിടെയും ഇതേ ഒരു പ്രവൃത്തി തന്നെ ഇവർ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ നേരെ അവിടെ ചെന്ന് നിൽക്കുന്നു. അവിടെയുള്ള CCTV ക്യാമറകളൊക്കെ പരിശോധിച്ച് അതിലൊക്കെ തന്നെയും മുൻപേ ചെയ്തതുപോലെ തന്നെ അവയിലൊക്കെ തന്നെയും കറുത്ത സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചകൾ പൂർണ്ണമായിട്ട് മറക്കുന്നു. ക്രെറ്റ കാർ നേരെ ATM കൗണ്ടറിന് മുൻഭാഗത്തേക്ക് കൊണ്ടിട്ടിട്ട് ഷട്ടർ പകുതി താഴ്ത്തുന്നു, അകത്തേക്ക് കയറുന്നു, ഗ്യാസ് കട്ടർ ഉപയോഗിക്കുന്നു, കട്ട് ചെയ്യുന്നു, പണം കൈക്കലാക്കുന്നു. ഈ ഒരു നായ്ക്കനാലിലെ ATMൽ നിന്നും ഏറെക്കുറെ 9 ലക്ഷം രൂപയോളമാണ് ഇവർക്ക് കവർന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെയും നേരെ ഇവർ സഞ്ചരിക്കുകയാണ്. 8 കിലോമീറ്റർ അപ്പുറത്തുള്ള കോലഴിയിലെ ATMലേക്ക് ഇവർ എത്തിച്ചേരുകയാണ്. മുൻപ് 2 ATMകളിലും ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഒരു പ്രവൃത്തി ഇപ്രാവശ്യം ഇവിടെയും ഇവർ ആവർത്തിക്കുകയാണ്. ഇവിടെ നിന്ന് ഏറെക്കുറെ 25 ലക്ഷം രൂപയിലധികം ഇവർക്ക് കവർന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5-2 മണിക്കൂറിനുള്ളിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് തൃശ്ശൂരിൻ്റെ 3 ഭാഗങ്ങളിലുള്ള ATM കൗണ്ടറുകൾ ഇവർ കവർച്ച നടത്തുകയും അതിൽ നിന്നായിട്ട് ഏറെക്കുറെ 60 ലക്ഷത്തിന് മുകളിൽ തുക ഇവർ കവർന്നെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 60 ലക്ഷം എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് നമുക്കൊക്കെ തന്നെയും വാർത്തകളിലൊക്കെ തന്നെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു പ്രാഥമികമായിട്ടുള്ള വിവരം തന്നെയായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കവർച്ചകളൊക്കെ തന്നെയും നടത്തിയിട്ട് പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, കടന്നു കളയുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ATMൽ ഇത്തരത്തിലുള്ള ഒരു റോബറി നടന്നിട്ടുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് അധികൃതർക്ക് SMS ലഭിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് നേരെ പോലീസുകാർക്ക് കൈമാറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്
ആദ്യം മെസ്സേജ് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാപ്രാണത്തേക്ക് പോലീസുകാർ ഒരുമിച്ച് എത്തിച്ചേരുകയാണ്. ഇവിടെ ഇവർ വിശദമായ ഒരു പരിശോധന നടത്തുമ്പോൾ ATM കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിലുള്ള പണം മുഴുവൻ നഷ്ടമായിട്ടുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചില പരിശോധനകളിലേക്കും മറ്റൊക്കെ പോലീസുകാർ നീങ്ങുന്നുണ്ട്. പ്രതികളുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളൊക്കെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെയും ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് രണ്ടാമത്തെ മെസ്സേജ് നേരെ നായ് കനാലിൽ നിന്നും ലഭിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ഒരു ATM തകർക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്നുള്ള പണമൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവരങ്ങൾ ലഭ്യമാകുന്നു. പോലീസുകാർ നേരെ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മൂന്നാമതായിട്ടുള്ള സ്ഥലത്ത് നിന്നും ഇതുപോലെ തന്നെ മെസ്സേജ് ലഭ്യമാകുന്നു. ഈ ഒരു രീതിയിലാണ് ATM കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും പോലീസുകാർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഈ ഒരു ATMകളുടെ ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് ഇവിടെ നിന്നും മോഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസുകാർക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊരു കാര്യം, വളരെയധികം പ്രൊഫഷണലായിട്ട് 10 മിനിറ്റിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ടാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ATMകൾ തകർത്ത് അതിനകത്ത് നിന്ന് പണം ഇവർ കൈക്കലാക്കിയിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയും പ്രാഥമികമായിട്ടുള്ളൊരു അനുമാനം എന്ന നിലയ്ക്ക് പോലീസുകാർ ആദ്യം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള നോർത്തിൽ നിന്നുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും കവർച്ചാ സംഘങ്ങളായിരിക്കാം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്, ഇത്തരം ഒരു കവർച്ചയ്ക്ക് പുറകിൽ എന്നൊരു കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല CCTV ഫുട്ടേജുകളും മറ്റൊക്കെ പരിശോധിച്ച് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വെളുത്ത ക്രെറ്റ കാറാണ് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഈ ഒരു കാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശ്ശൂരിലും പാലക്കാടിൻ്റെ പ്രദേശങ്ങളിലുമൊക്കെ തന്നെയും തിരച്ചിലുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് കണ്ണൂരിലോ മറ്റോ ഇതുപോലെ തന്നെ ഒരു ബാങ്ക് കവർച്ച നടത്തിയിട്ട് പ്രതികൾ കാറ് നേരെ ട്രക്കിനകത്ത് കയറ്റിയിട്ടാണ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒരു രീതി ഇവിടെയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു വെളുത്ത കാറിനും അതോടൊപ്പം തന്നെ സംശയാസ്പദമായിട്ട് തോന്നുന്ന ട്രക്കുകൾക്കും വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ മറ്റുമൊക്കെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഊർജിതമാക്കുകയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലേക്ക് ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു കാരണം കൊണ്ട് തമിഴ്നാട്ടിലെ 8 ജില്ലകളിലും അലേർട്ട് കൊടുക്കുകയാണ്. അവിടെയുള്ള പോലീസുകാരും പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ പോലീസുകാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ ആരംഭിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും പോലീസുകാർ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള തിരച്ചിലുകളിലേക്ക് പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് നീങ്ങുന്ന അവസരങ്ങളിൽ തന്നെ പ്രതികൾ ഈ ഒരു വെളുത്ത അവരുടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ക്രെറ്റ കാർ ഒരു ട്രക്കിനകത്തേക്ക് കയറ്റിയിട്ട് കേരള തമിഴ്നാട് അതിർത്തി പിന്നിട്ടുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കോയമ്പത്തൂരും പിന്നിട്ടുകൊണ്ട് ഈറോഡ് സൈഡിലേക്കൊക്കെ ഈ ഒരു ട്രക്ക് നീങ്ങുമ്പോഴാണ് ചില പോലീസുകാർക്കൊക്കെ തന്നെയും ഇതിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നത്. അതിനടിസ്ഥാനത്തിൽ ഈറോഡിനും അതുപോലെ തന്നെ നാമക്കലിനും ഇടയിൽ ഈ ഒരു ട്രക്ക് അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ തടയാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോലീസുകാർ നീങ്ങുന്നുണ്ട്. പക്ഷേ പോലീസുകാർ തടഞ്ഞിട്ട് ഈ ഒരു കണ്ടെയ്നർ നിർത്തിയില്ല, അവർ നിർത്താതെ പോയി എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നും പോലീസുകാർ തടഞ്ഞിട്ടുണ്ടെന്നും തടഞ്ഞിട്ടില്ല എന്നും ചില മാധ്യമങ്ങളിലൊക്കെ ഏതായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ നിന്നും വലിയ വേഗതയിലാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു ട്രക്ക് അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പച്ചപ്പാളയം സൈഡിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ ചില ബൈക്കുകളൊക്കെ തന്നെയും ഇവർ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടെയ്നർ ചില കുട്ടികളുടെ ദേഹത്തേക്കൊക്കെ തന്നെയും ഇടിച്ച് കയറ്റാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന അവിടുത്തുകാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ പോലീസുകാരെ വിവരം അറിയിക്കുന്നുണ്ട്. ഇത്തരം ഒരു കണ്ടെയ്നർ വലിയ വേഗതയിൽ ആളുകളൊക്കെ തന്നെയും ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ പോലീസുകാരെ അറിയിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തന്നെ 10-30ഓളം ബൈക്കുകളും മറ്റൊക്കെ ആയിട്ട് ഈ ഒരു ട്രക്കിനെ ഇവർ പിന്തുടർന്ന് പോകുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ഇവർ ട്രക്ക് നിർത്തുന്നില്ല എന്നൊരവസ്ഥ വന്നതോട് കൂടിയിട്ട് നാട്ടുകാർ കല്ലെടുത്ത് ഈ ഒരു ട്രക്കിന് നേർക്ക് എറിയാൻ ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ പോലീസുകാർ കൂടെ ബൈക്കുകളിലും മറ്റൊക്കെ ആയിട്ട് ഈ ട്രക്കുകളെയും മറ്റൊക്കെ പിന്തുടർന്ന് ഇവരുടെ പുറകെ എത്തിച്ചേരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ട്രക്കിൻ്റെ മുൻ ഗ്ലാസ്സിലേക്ക് പോലും വലിയ തോതിൽ കല്ലേറുകൾ നടന്നതോട് കൂടിയിട്ട് ഈ ഒരു കണ്ടെയ്നർ വഴിയൊരുത്ത് സൈഡാക്കി നിർത്തുകയാണ്. അതിൽ നിന്നും ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആളുകൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന തോക്കും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്താൻ ആരംഭിക്കുകയാണ്. ഈ ഒരു സമയം എത്തുമ്പോഴേക്ക് കൂടുതൽ പോലീസുകാർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും ഈ ഒരു ട്രക്കിനെ പൂർണ്ണമായിട്ടും പോലീസുകാർ വളയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ പോലീസുകാർ കാണുന്നത് ആയുധങ്ങൾ ഏന്തിയിട്ട് നാട്ടുകാർക്ക് നേർക്ക് അത് വീശി നിൽക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരുടെ നേർക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്ന അക്രമകാരികളായിട്ടുള്ള ആളുകളെയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു അവസരത്തിൽ പോലീസുകാരും ആ ഒരു ട്രക്കിലുണ്ടായിരുന്ന കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ആളുകളും തമ്മിൽ ചെറിയൊരു സംഘട്ടനത്തിലേക്ക് നീങ്ങുന്നുണ്ട്. വെടിവെപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രക്കിലുണ്ടായിരുന്ന
ട്രക്കിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൊല്ലപ്പെടുന്നുണ്ട്, മറ്റൊരാളുടെ കാലിന് വെടിയേൽക്കുന്നുണ്ട്. പോലീസുകാരുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 2 പോലീസുകാർക്ക് വ്യത്യസ്ത പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തിക്ക് കുത്തേറ്റു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഏതായാലും ലഭ്യമായിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരം ഒരു ശക്തമായ നിലയിലുള്ള ഈ സിനിമയെ വെല്ലുന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ളൊരു സംഘടന തന്നെ ആ ട്രക്കിലുണ്ടായിരുന്ന ആളുകളും പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നുകൊണ്ട് അവിടെ നടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് പോലീസുകാരും നാട്ടുകാരും ചേർന്നുകൊണ്ട് ആ ട്രക്കിലുണ്ടായിരുന്ന ആളുകളെ പിടിച്ചു കെട്ടുകയാണ്, പിടികൂടുകയാണ്. ഈ ഒരു അവസരങ്ങളിലൊന്നും തന്നെ തൃശ്ശൂരിൽ 3 ATMകൾ കവർന്നിട്ടുണ്ടായിരുന്ന അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന ആളുകളാണ് ഈ ട്രക്കിലുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നാട്ടുകാർക്കോ പിടികൂടിയ പോലീസുകാർക്കോ യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വിശദമായിട്ട് ആ ട്രക്ക് പരിശോധിക്കുമ്പോഴാണ് അതിനകത്ത് ഈ വെളുത്ത കാറ് കാണാൻ സാധിക്കുന്നത്. ആ കാറിനകത്ത് ഈ ATMകളിൽ നിന്നൊക്കെ തന്നെ ഈ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്ന പണവും ഉണ്ടായിരുന്നു. അതും നിലവിലെ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെക്കുറെ 88 ലക്ഷം രൂപയാണ് ഇവർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ആ തുക മുഴുവനും ആ കാറിനകത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള പരിശോധനകൾ നടക്കുമ്പോൾ ആ തുകയിൽ എന്തെങ്കിലും വ്യത്യാസം വരാനുള്ള സാധ്യതകൾ ഏതായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തൃശ്ശൂരിനെ നടുക്കി ഒരു ATM കവർച്ച നടത്തിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന സംഘത്തെ പിടികൂടാൻ പോലീസുകാർക്ക് ഏതായാലും സാധ്യമായിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മൊത്തം 6 ആളുകളാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അത് ഹരിയാനയുടെയും അതുപോലെ തന്നെ രാജസ്ഥാൻ്റെയും അതിർത്തിയിലെ നൂഹ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് ഇവർ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ 6 ആളുകളിൽ 5 ആളുകളും പ്രതിയാണ്. അതിൽ കൂട്ടത്തിലുള്ള ഒരാൾ ആ ട്രക്കിൻ്റെ ക്ലീനറാണ്. ഇയാൾക്ക് നേരിട്ട് ഈ ഒരു മോഷണത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏതായാലും പ്രാഥമികമായിട്ട് നമുക്ക് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. മാത്രമല്ല ഈ നൂഹ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല കൊള്ള സംഘങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള മോഷണങ്ങളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് ഇവിടുത്തുകാരായിട്ടുള്ള ആളുകൾ ചെയ്യാറുമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളായിരിക്കാം ഇതിന് പുറകിൽ നിന്നുള്ളൊരു അനുമാനത്തിലേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ആ ഒരു അനുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു ഗസ് കറക്റ്റ് തന്നെയായിരുന്നു. കൃത്യമായ നിലയിൽ തന്നെ ഏതായാലും പ്രതികളെ പിടികൂടാൻ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെയും കൃത്യമായ ഇടപെടലുകളിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. തൃശ്ശൂരിനെ നടുക്കിയ, കേരളത്തെ ഒന്നടങ്കം നടുക്കിയ, നമ്മളെ ഏവരെയും ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതൽ ഒരു ഷോക്കിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഈ മോഷണത്തെക്കുറിച്ചും അതിനെ എങ്ങനെയാണ് പ്രതികളിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പ്രാഥമികമായ നിലയിൽ വ്യത്യസ്ത മാധ്യമങ്ങളിലൊക്കെ തന്നെയും വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും ക്രോഡീകരിച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ, കൂടുതൽ പരിശോധനകൾ നടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വ്യത്യസ്ത മാറ്റങ്ങൾ ഏതായാലും വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കരുത്. പിന്നീട് വന്ന ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിട്ട് ഏതായാലും മാറുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസുകാരുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ അഭിനന്ദനാർഹമാണ്. ഏതായാലും കേരള പോലീസിനും തമിഴ്നാട് പോലീസിനും ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ നൽകുകയാണ്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.